ശബരിമല പരമ്പരാഗത കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തി. വണ്ടിപ്പെരിയാർ പുല്ലുമേട് വഴിയും എരുമേലിയിൽ നിന്നും കരിമല വഴിയും ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ തീർത്ഥാടകർ സഞ്ചരിക്കരുതെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ഭക്തർ പമ്പയിലും എരുമേലിയിലും കുളിക്കുന്നതിനും ഹൈക്കോടതി വിലക്കേർപ്പെടുത്തി. മഴയും കനത്ത മൂടൽമഞ്ഞും പരിഗണിച്ചാണ് ശബരിമലയിലേക്ക് പരമ്പരാഗത കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയത്. വണ്ടിപ്പെരിയാർ സത്രം പുല്ലുമേട് വഴിയും എരുമേലിയിൽ നിന്നും കരിമല വഴിയും തീർത്ഥാടനം ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഈ പാതകളിലൂടെ ഭക്തർ സഞ്ചരിക്കുന്നില്ലെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശബരിമലയിൽ പ്രായമായവർക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ വേണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിലും ദേവസ്വം ബെഞ്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. നിലവിൽ ഇത്തരം തീർത്ഥാടകർക്ക് പ്രത്യേക ക്യൂ ഉണ്ടെന്നും ഏത് സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. കൂടാതെ അയ്യപ്പ ഭക്തർക്ക് സുരക്ഷിത തീർത്ഥാടനം ഒരുക്കണമെന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലാ കളക്ടർമാരോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം യഥാസമയം ഭക്തരെ അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. അതിനിടെ എരുമേലിയിൽ ശരംകുത്തൽ വഴിപാട് സാധനങ്ങൾക്ക് അമിതവില ഈടാക്കുന്നുവെന്ന ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോട്ടയം ജില്ലാ കളക്ടർ സാവകാശം തേടിയതിനെ തുടർന്ന് വിഷയം വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കാൻ മാറ്റി. ദേവസ്വം ബോർഡ് നിശ്ചയിച്ചതിലധികം പണം ഈടാക്കുന്നുവെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ജനം, കൊച്ചി.